സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവർക്ക് ദിക്കും ദേശമൊന്നും ഉണ്ടാവില്ല. അവര് കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാട്ടുചെടിയാണ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് അവർ നുകർന്നാൽ അത് അവന് കൂലിയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ കൂലി അതാണ്. നരകത്തിലേക്ക് വീണു പോകേണ്ട മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിച്ച പ്രതിഫലമാണ്. ഒരു സംഭവമല്ല. നിങ്ങൾ നോക്ക്, ഒരു നായയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മോശമായ ചില കാര്യങ്ങൾ നാം പഠിക്കാറുണ്ട്. എന്താണ്? നായ തൊട്ടാൽ അതിന്റെ അശുദ്ധി തീരാൻ 7 വട്ടം കഴുകണമെന്നാണ് നിയമം, അല്ലേ? 7 തനിയ വെള്ളം കൊണ്ട് പോരാ, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്നും നിയമം. എന്ന് പോൽ ആ നായയോട് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിന് പോലും ഇത്ര വലിയ പവറാണ് എന്ന് മാത്രമല്ല. ആലോചിക്ക്, അതേ പള്ളിയിൽ 1-ാം സഫിലിരിക്കുന്ന താടി നരച്ച ഉപ്പാപ്പയെ കുറിച്ചല്ല ഈ പറയുന്നത്. നിങ്ങൾ നോക്ക്, ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും തന്നെ ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ബൈനമാ കൽബുൻ യുതീഫു ബിറഖിയത്തിൻ ഖദ് കാദ യഖ്തുലുൽ അത്ഷു ഇദ റഅത്തുഹു ബഗയ്യും മിൻ ബഗായാ ബനി ഇസ്രായീൽ. നബി തങ്ങൾ പറയാണ്, ഒരു തമ്മാടിച്ചിയായ പെണ്ണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, തമ്മാടിച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവുമല്ലോ. ഒരു തമ്മാടിച്ചിയായ പെണ്ണ് രക്ഷപ്പെടുന്ന മാർഗം അതാ നബി തങ്ങൾ പറയുന്നു. ഒരു നായ ഒരു മരുഭൂമിയിൽ ഇതേ സംഭവം തന്നെയാണ്, വെള്ളം കിട്ടാതെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന രംഗം കണ്ടപ്പോൾ ദാം സഹിക്കവയ്യാതെ ആ നായ മരിച്ചു പോകാൻ, ചത്തുപോകാൻ അടുത്തായിട്ടുണ്ട്. ആ സമയത്താണ് ഇത് റഅത്തു ബഗയ്യും മിൻ ബഗായാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകളുടെ തമ്മാടിച്ചിയായ ഒരു പെണ്ണ് അത് കാണുന്നു. വലിയ നിസ്കാരപ്പായിൽ തന്നെ ഇരുന്ന് തസ്ബീഹ്മാല മറിക്കുന്ന പെണ്ണല്ല. അതിനാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ബുഖാരിയാണ്, ഇമാം മുസ്ലിമാണ് റളിയല്ലാഹു അൻഹുമാ. ഫനസഅത് മുഖഹാ ഫസ്തഖത് ലഹു ബിഹി ഫസഖതുഹു ഫഗഫറ ലഹാ ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണിന് പുറത്തു കൊടുക്കുക. എന്താ കാരണം? ആ പെണ്ണ് ഊരി ഇതേപോലത്തെ സംഭവം ആ നായക്ക് കുടിക്കാൻ കൊടുത്തു എന്നാ. ഒരു സംഭവമല്ല, 2 സംഭവം. നേരത്തത് ആണാണ്, ഇത് പെണ്ണാണ്. 2 റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയാണ്, ഇമാം മുസ്ലിമാണ് റളിയല്ലാഹു അൻഹുമാ. ചില്ലർ വിഷയാണോ? ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല സഹോദരന്മാരെ, ഇത് പഠിക്കാനാണ്. നോക്കൂ നിങ്ങളെ, മഹാനായ ഇമാം ദിംയാത്തി റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ സുബ്ഹാനല്ലാഹ് ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അധ്യായത്തിന്റെ പേര് ഞാൻ പറയാം. ഞാനിത് പറയുന്നത് മനുഷ്യർക്ക് എന്ന് മാത്രമല്ല, ജന്തുജാലങ്ങളുടെ കഥയാണ് പറയുന്നത്. ജീവി എന്ന കാഴ്ചപ്പാട്, ജീവി എന്ന ലേബിളിൽ മനുഷ്യരുടെ ചെയ്യുമ്പോൾ വെറുപിടുണ്ടല്ലോ. ചില പുഴുക്കൾ അത് കാണുമ്പോൾ നമുക്ക് പുഴുക്കളോട് ദേഷ്യമാണ്. ആ പുഴുക്കൾ നമ്മുടെ പയറാന്നതിനോടത്ത് വെറുപ്പാണ്, വെറുപ്പ് കാണിക്കാൻ പാടില്ല. ആ പുഴു ഒരുപക്ഷെ നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പുഴുവാണ്. കുറച്ചൊക്കെ സ്വാർത്ഥത നാം കൈവെടിയണം. ലക്ഷ്യങ്ങൾ പലതുമുണ്ട് സ്വർഗം കിട്ടാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇമാം ദിംയാത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ മത്ജുർ റാബിഹിൽ ഒരു ഹെഡിങ് തന്നെ കൊണ്ടുവരികയാണ്. എന്താണ് ഹെഡിങ്? സവാബു മൻ സറഅ സറഅൻ ഔ ഗറസ ഷജറൻ മുസ്മിറൻ ബിനിയ്യത്തിൻ സ്വാലിഹാ. കണ്ടോ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം, ഒരു മരം കുഴിച്ചിടുമ്പോൾ കിട്ടുന്ന പ്രതിഫലം, മുസ്മിറൻ ഫലം കായ്ക്കുന്ന മരം അല്ലെങ്കിൽ ഒരു കൃഷി, ബിനിയ്യത്തിൻ സ്വാലിഹ അതൊരു ഉപാധിയാണ്. സ്വാലിഹായ നല്ല നിയ്യത്തോടു കൂടെ ഒരു വൃക്ഷം കുഴിച്ചിട്ടു, ഒരു മരം കുഴിച്ചിട്ടു, ഒരു കൃഷി ചെയ്തു, എന്നാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഹദീസുകൾ അദ്ദേഹം കോർത്തിണക്കുക. ഇവിടെ ആ ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസുകൾ ഏതാണ് സഹോദരന്മാരെ? നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന ഹദീസുകളല്ല.
മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുത്തതിനെ കുറിച്ചല്ല, മുതഅല്ലിമീങ്ങൾക്ക് തിന്നാൻ കൊടുത്തതിനെ കുറിച്ചല്ല, ഉസ്താദുമാർക്ക് കൊടുത്തതിനെ കുറിച്ചല്ല. അത് എത്രയോ 10 മടങ്ങ് ഫലമുള്ളതാണ്. പക്ഷേ നാം ഈ പറയുന്ന പ്രതിഫലങ്ങൾ കിട്ടാൻ, ഇപ്പോൾ നാം പറഞ്ഞു വരുന്ന പ്രതിഫലങ്ങൾ കിട്ടാൻ ഉസ്താദായിക്കൊള്ളണമെന്നില്ല, മുതഅല്ലിമായിക്കൊള്ളണമെന്നില്ല, സാധാരണ മുഅ്മിനായിക്കൊള്ളണമെന്നുമില്ല, മനുഷ്യൻ തന്നെ ആയിക്കൊള്ളണമെന്നുമില്ല. ചെറിയ ജന്തുജാലങ്ങളായാലും മതി. കാരണം നോക്കൂ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഗ്രിസു മുസ്ലിമൻ ഖർസ വലാ യസ്റഉ സർആ ഫയഅകുലു മിൻഹു ഇൻസാനും വലാ ദാബത്തുൻ വലാ തൈറുൻ ഇല്ലാ കാനത് ലഹു സദഖ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വൃക്ഷം കുഴിച്ചിടില്ല, ഒരു കൃഷി നടത്തുകയില്ല, എന്നിട്ടോ അതിൽ നിന്നൊരു മനുഷ്യൻ തിന്നുന്നു. വലാ ദാബത്തുൻ അല്ലെങ്കിൽ മൃഗം തിന്നുന്നു, വലാ ത്വയ്റുൻ പക്ഷി തിന്നുന്നു, ജന്തുജാലങ്ങൾ തിന്നുന്നു. ഇല്ലാ കാനത്ത് ലഹു സ്വദഖത്തൻ, അത് അവന് സ്വതക്കയായിട്ടല്ലാതെ ഇല്ല എന്നാ പറയുന്നത്. മനുഷ്യനെന്നോ മുതഅല്ലിമെന്നൊന്നല്ല, മനുഷ്യനോ ജന്തുജാലങ്ങളോ പറവകളോ ജീവനുള്ള ഏത് വസ്തുവാണെങ്കിലും അങ്ങനെ കണക്ക്, ഏതാണെങ്കിലും. ചില ആളുകള് കുടിച്ചിടുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആര് കൊണ്ടുവന്ന് നമ്മൾ നോക്കണ്ട. നമ്മളൊരു സപ്പോട്ട തൈ കുഴിച്ചിട്ടാല് അപ്പോഴോ അണ്ണാൻ മണ്ണയിന്ന് തിന്നാല് കണ്ടോ, പിശുക്കാണ്, നമുക്ക് വല്ലാത്ത പിശുക്കാണ്. അണ്ണാൻ തിന്നോട്ടേന്ന് നമ്മൾ കിട്ടിയില്ലാന്ന പരാതി ഒരിക്കാൻ കൊടുക്കൂല. ഇത് അണ്ണാൻ തിന്നോട്ടെ, നീ എന്ത് ബേജാറാകേണ്ട ആവശ്യം? നിനക്ക് ആ ഒരു സപ്പോർട്ട് അണ്ണാൻ തിന്നാതെ രക്ഷപ്പെട്ട് നിനക്ക് കിട്ടാനുള്ള എന്താണ്? നീ തിന്ന നേട്ടം കിട്ടും. എന്നാൽ ആ അണ്ണാനായി തിന്നുന്ന വഴി നിനക്ക് സ്വർഗം കിട്ടാൻ പോകുന്നത് അതെന്താണ് മനസ്സിലാക്കാത്തത്? ഒരു അണ്ണാന് നിന്റെ സപ്പോർട്ട് തിന്നുപോയത് നിനക്ക് വലിയ കേസാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ശ്രദ്ധിക്ക്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെയെന്നറിയോ? മാമിൻ മുസ്ലിമിൻ യഗ്രിസ് ഗർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖ വമാ സുരിഖ മിൻഹു ലഹു സദഖ വലാ യർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖ ഇലാ യൗമിൽ ഖിയാമ. എന്താ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു വൃക്ഷം കുഴിച്ചിട്ടു, അതിൽ നിന്ന് തിന്നപ്പെട്ടു പോയി, ഇവൻ അറിഞ്ഞിട്ട് പോലുമില്ല, ആരൊക്കെ തിന്നുപോയിട്ടുണ്ട്, അത് അവന് കൂലിയാണ്. എന്തിനേറെ തിന്നത് ഇവന്റെ സമ്മതമില്ലാതെ കട്ടുപോയതാണെന്ന് കൂട്ടാ. നബി തങ്ങൾ അതും വിട്ടേച്ചില്ല. വമാ സുരിഖ മിൻഹു ലഹു സദഖ, അതിൽ നിന്ന് കട്ട് കൊണ്ടുപോയത് പോലും ഇവന്റെ സ്വതക്കയാണ്. കട്ട് കൊണ്ടുപോയി, കള്ളെടുത്ത് അടിച്ചുപോയി. ചില റോഡിന്റെ സൈഡിലൊക്കെ മാവിന്റെ തൈകളൊക്കെ കണ്ടാല് കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. അത് പറയണോടും കേൾക്കണോരൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അപ്പോ സ്കൂള് പക്ഷെ അങ്ങനെ കക്കാനല്ല പറയണത്, കക്കാനുള്ള പെർമിറ്റല്ല പറയണത്. കട്ട് പോയാൽ ഈ മുതലാളിക്ക് ക്ഷീണമില്ലാതെ പറയുന്നത്. വമാ സുരിഖ മിൻഹു ലഹു സദഖ, അതിൽ നിന്ന് കക്കപ്പെട്ടത് അയാൾക്ക് സ്വതക്കയായിട്ടല്ലാതെ ഇല്ല. വലാ യർസഉ അഹദുൻ ഇല്ലാ കാന ലഹു സദഖ ഇലാ യൗമിൽ ഖിയാമ. ആ വൃക്ഷത്തിൽ നിന്ന് വല്ലതും ക്ഷതം വരുത്തിയാൽ, അതിൽ നിന്ന് ആരെങ്കിലും കുറവ് വരുത്തിയാൽ, ഇല്ലാ കാന ലഹു സദഖത്തൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവന് സ്വതക്കയായിട്ടല്ലാതെ ഇല്ലാന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഒരു വൃക്ഷം കുഴിച്ചിട്ടാ പോരെ, നമുക്ക് ആ വൃക്ഷം എത്ര കാലം നിലകൊള്ളുന്നോ അത്രയും കാലം നമുക്ക് സന്തോഷിച്ചൂടെ സഹോദരന്മാര്? ഇതിനേക്കാൾ വലിയ ഭാഗ്യത മഹാനയമായ ഇബ്നു അല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫുതുഹാത്തുർ റബ്ബാനിയയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു സുഹൃതം, ആ സുഹൃതങ്ങൾ പിന്നെ 10 മുതൽ 70, 700 അസിയതമിന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയൊക്കെ കൂലി കിട്ടും എന്ന് പറഞ്ഞത് വിശദീകരിച്ച സ്ഥലത്ത് മഹാനവറുകൾ പറഞ്ഞു, അതെങ്ങനെ ഇങ്ങനെ കണക്കില്ലാതെ കൂലി കൂടിപ്പോണത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ നിയ്യത്ത് കൊണ്ടത് കൂടിപ്പോകും. അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയാണ്. ഒരു ധാന്യം ഒരാൾ കുഴിച്ചിടാറ്, ധാന്യം കുഴിച്ചിടുമ്പോൾ അയാളുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താ? അയൽവാസി കുഴിച്ചിടുന്ന നെയ്യത്ത് പോലല്ല.
അയൽവാസി കുഴിച്ചിടുമ്പം അയാള് കരുതിയത് ഈ മരത്തിന് തിന്നണ എന്റെ ഭാര്യ എന്റെ കുട്ടികളും അങ്ങനല്ലോ, ഞാൻ എന്റെ കെട്ടിയും തട്ടാനെന്ന് പറഞ്ഞ പോലെ ഇവരും ഇവന്റെ കുട്ടികളും ഇവർ മാത്രം ആ ചിത്രം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അയൽവാസി ഒരു മരം കുഴിച്ചിട്ടത്. അതിന്റെ അപ്പുറത്തുള്ള ആള് കുഴിച്ചിട്ടതോ ഇങ്ങനത്തെ ഒന്നും കരുതിയിട്ടില്ല. അയാള് സ്വർഗവും ഒന്നും കരുതിയിട്ടില്ല, അയാൾ കുഴിച്ചിട്ടു. ഇപ്പുറത്തുള്ള ഒരാൾ കുഴിച്ചിരുന്നതോ ഈ മരം ഇത് പുഷ്പിക്കണം, ഇതിൽ നിന്ന് കായ ഉണ്ടാകണം, ആയിരക്കണക്കിന് കായ ഉണ്ടാവും, ഈ ആയിരക്കണക്കിന് കായകൾ വീണ്ടും പുതിയ വൃക്ഷങ്ങളായി മാറണം, അത് ധാരാളം വൃക്ഷങ്ങളായി വളരണം, അങ്ങനെ കുറെ കായകൾ ഉണ്ടാവും, അങ്ങനെ കുറെ പൂവുകൾ ഉണ്ടാവും, അതിൽ നിന്ന് കുറെ തേനുകൾ ഒരുപാട് പ്രാണികൾ നുകർന്നെടുക്കും, അതിൽ നിന്ന് കുറെ ഫലങ്ങൾ പലരും തിന്നും, വീണ്ടും അതിന്റെ അണ്ടികളിൽ നിന്ന് അതിന്റെ വിത്തുകളിൽ നിന്ന് കുറെ മരങ്ങൾ വീണ്ടും ഉണ്ടാകണം. ഇങ്ങനെ കുറെ മനസ്സിലിങ്ങിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നിയ്യത്തിങ്ങനെ വെച്ചിട്ട് ഒരാൾ കുഴിച്ചിടാണെങ്കിൽ അയാളുടെ കർമ്മത്തിന് കയ്യും കണക്കൂല്ല. അപ്പോ അദ്ദേഹം നിയ്യത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഈ 70ഉം 700ഉം 7000ഉം 70,000ഉം 7 ലക്ഷം 7 കോടിയും അസിയതമിന്ന കണക്കില്ലാതെ കായിത്തീരുന്നത് ഈ നിയ്യത്തിന്റെ വ്യതിയാനം അനുസരിച്ച് കൊണ്ടാണ് എന്ന് മഹാനായ ഇബ്നു അല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫുതുഹാത്തുർ റബ്ബാനിയിൽ വിശദീകരിക്കുകയാണ്. അവ എല്ലാ കൃഷിയും ഒരുപോലെയല്ലാന്ന് ചുരുക്കം. ചില ആളുകളുടെ മനസ്സിന്റെ കരുത്തനുസരിച്ച് ഇതിന് വ്യാപ്തി വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതിൽ നിന്ന് ഈ നിലക്ക് നിയ്യത്ത് വെച്ചാൽ ആദ്യം തന്നെ അഡ്വാൻസ് ജാമ്യം ഓൾ പെർമിറ്റ് കൊണ്ട് കൊടുത്താളാ, പടച്ചോനെ ഇതിൽ നിന്ന് ഏത് ജന്തുക്കൾ തിന്നാലും ഏത് മനുഷ്യൻ തിന്നാലും ഏത് പറവകൾ ഇതിൽ നിന്ന് വന്നാലും ഏത് പ്രാണികൾ തേന് കുടിച്ചാലും ഇതിന്റെ ഇലകൾ ഏത് കന്നുകാലികൾ തിന്നാലും അതെല്ലാം എനിക്ക് കൂലിയായി ഭവിക്കണേ, അതിനുവേണ്ടി ഞാൻ ഇതാ വൃക്ഷം കുടിച്ചിടുന്നേ. എന്ന് കരുതിക്കൊണ്ട് ഒരാൾ കുഴിച്ച് ജന്തുജാലങ്ങളിൽ നമുക്ക് കൂലി ഉണ്ടാകുമോ നബിയെ? നഅം ഫീ കുല്ലി കബ്ദിൻ റുത്ബത്തിൻ അജ്റാ. ഏത് ജീവികൾക്കും കൊടുത്താലും ഏത് ജീവിയാലും കുഴപ്പമില്ല, കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് മനുഷ്യന്മാരെ പിശുക്ക് എന്ന വല്ലാത്ത പിശുക്കാണ്. എന്റെ വീട്ടിലുള്ള വേസ്റ്റായി പോകുന്ന ഭക്ഷണമാണെങ്കിൽ പോലും നമുക്കത് നിയ്യത്തുണ്ടാവില്ല, നിയ്യത്തുണ്ടെങ്കിലേ സംഭവിക്കൂല. വേസ്റ്റായി പോകുന്ന ഭക്ഷണം കോഴിക്ക് വെച്ചു കൊടുക്കുമ്പോ നല്ല നിയ്യത്ത് വെച്ചു കൊടുക്കണം. ഈ ഭക്ഷണം എന്റെ കോഴി തിന്നണം, അത് വേണമെങ്കിൽ അവന് കൊണ്ടുപോയി തൂത്തെറിയാമായിരുന്നു, അങ്ങനെ എറിഞ്ഞില്ല, ഞാൻ ഇത് കോഴികൾക്ക് തിന്നാൻ കൊടുക്കാനാണ് എന്ന് കരുതിയിട്ട് കൊണ്ടുവച്ചു കൊടുക്കാം. അവിടെ ഇവന് സ്വാർത്ഥത എന്താ, എന്റെ കോഴിയെ തിന്നാൻ പറ്റുള്ളൂ, അയൽവക്കത്തെ കോഴി തിന്നാൻ പറ്റൂല. അപ്പൊ നീ ജീവകാരുണ്യല്ല ചെയ്യണത്, നീ സ്വാർത്ഥത, നിന്റെ വയറ്റിക്കുള്ള നീ തേടുന്നത്. നിനക്ക് കോഴിമുട്ട കിട്ടണം, നിന്റെ അല്ലായിരുന്നെങ്കിൽ നീ അതിന് തിന്നാൻ കൊടുക്കൂലായിരുന്നു. അപ്പൊ അത് ജീവകാരുണ്യല്ല, നിന്റെ കാരുണ്യ. തങ്ങളുടെ സന്നിധാനത്തിലതാ മഹാനായ സുറാഖത്ത് ഇബ്നു ജുശും റളിയല്ലാഹു അൻഹു ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹു തരിദു അലാ ഹൗദി. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള നമ്മുടെ നാട്ടിലുണ്ട് നാൽക്കാലികളുടെ ചെറിയ ആലകൾ. ആ ആലകളുടെ ഒരു ഭാഗത്ത് വെള്ളം കുടിക്കാനുള്ള ഹൗദ് കെട്ടും, ഒരു ചെറിയ തടാകം കെട്ടും. ഇതേപോലെ ഒട്ടകങ്ങൾക്ക് കുടിക്കാനുള്ള തടാകം കെട്ടിവെച്ചിരിക്കുന്നു ഒരു സ്വാബി. പക്ഷേ ആ സ്വാബി നബി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നബിയെ, എന്റെ വെള്ളത്തടാകത്തിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കൂട്ടം തെറ്റിപ്പോയ വഴി തെറ്റിപ്പോയ ഒട്ടകങ്ങളും മൃഗങ്ങളും വന്ന് വെള്ളം കുടിക്കാറുണ്ട്.
തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ഇനിയുണ്ടോ? കാല നബിതങ്ങളുടെ മറുപടി ഇസ്തിഹാ ഫഇന്ന ഫീ കുല്ലി ദാത്തി കബിരിൻ ഹറാ അജ്റാം. മോനെ കുടിപ്പിച്ചോ, കുടിപ്പിച്ചോ, കാരണം എല്ലാ കരളുള്ള ജീവികൾക്കും കൂലിയുണ്ട്. കണ്ടോ, നമ്മളെന്താ പറയാ, ആരാന്റെ കോഴി വന്നിട്ടാ തിന്നണത് കണ്ടീലേ? ആരാന്റെതല്ലടോ, അള്ളാന്റെതാണെന്ന് പറ. ഇനി അങ്ങനൊന്ന് പ്രയോഗം മാറ്റി, അവന്റെ കൂടെ വന്നത് അതാണ് അവിടെ ഏറ്റവും നല്ല മര്യാദ ഉള്ള വാക്ക്. സൃഷ്ടിയ വന്ന് തിന്നത് അങ്ങനെ അത് പറഞ്ഞ് പരിശീലിക്ക്. ഒന്നുകൂടെ ഒരു ഇതേ നബി തങ്ങളുടെ വന്ന് ഇതേ സ്മാരിക്കാം, അതുകൂടെ ഇരിക്കാം. കുട്ടിക്കുന്നത് അദ്ദേഹം പറയാ, ഒരു മനുഷ്യൻ ഒരു സ്വഹാബി നബി തങ്ങളുടെ അരികിൽ വന്നു നമ്മുടെ വീട്ടിലെ ക്ഷണിതാക്കളല്ലാത്ത ഒരുപാട് ജന്തുക്കള് അല്ലേ, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരുണ്ട്. അവർക്കെല്ലാം കൊടുക്കാം, കഴിക്കാൻ കൊടുക്കാം, കാക്കകൾക്ക് കൊടുക്കാം, അയൽ വീട്ടിലെ പൂച്ചകൾക്ക് കൊടുക്കാം, നായകൾക്ക് കൊടുക്കാം. ആർക്ക് കൊടുത്താലും വലിയ ഫലമാണ്. അവിടെ മറ്റു ജീവികൾക്ക് നമ്മുടെ ഭക്ഷണം ആയി പോകുന്നത് നാം ഒരിക്കലും മോശമായി കാണാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഒറ്റ ഹദീസ് ആ വിഷയത്തിൽ ഞാൻ ഓതുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനി അംർ ബിൻ ഔഫിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കബീലയിലേക്ക് ചെല്ലുകയാണ്. അംർ ബിൻ ഔഫിന്റെ മക്കളുടെ സന്താന പരമ്പരകളുടെ കബീലയാണ്. അവിടേക്ക് ചെന്നുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, യാ മഅ്ശറൽ അൻസാർ, അൻസാറുകളായ സ്വഹാബത്തിന്റെ കൂട്ടമേ. ഖാലൂ ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ വെൽക്കം. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറയാണ്, കുന്തും ഫിൽ ജാഹിലിയ്യാത്ത് ഇദ് ലാ തഅബ്ദൂനല്ലാഹ തഹ്മിലൂനൽ കല്ല വതഫ്അലൂന ഫി അംവാലികുമുൽ മഅറൂഫ വതഫ്അലൂന ഇല ബിനിസ് സബീലി. നിങ്ങൾ ജാഹിലിയ്യ കാലത്തായിരുന്ന സമയത്ത്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, ഇത് ലാ തഅബ്ദൂനല്ലാഹ, അള്ളാഹ്ക്ക് നിങ്ങൾ ആരാധിക്കാത്ത കാലഘട്ടത്തിൽ, അള്ളാഹിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത കാലഘട്ടത്തിൽ, തഹ്മിലൂനൽ കല്ല, നിങ്ങൾ വളരെ പ്രയാസകരമായ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ താങ്ങും തണലുമായി പ്രവർത്തിച്ചിരുന്നു. വതഫ്അലൂന ഫീ അംവാലികുമുൽ മഅറൂഫ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ പല നന്മ കാര്യങ്ങളും നല്ല കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നു. വതഫ്അലൂന ഇരിബിസബിൽ, അഴിപന്മായ യാത്രക്കാരായ ആളുകൾക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിപ്പോഴുണ്ടാവും. ഇസ്ലാമേതര വിഭാഗങ്ങളാണെന്ന് കരുതി ധാരാളം സേവനങ്ങൾ ചെയ്യുന്നവരുണ്ട്. സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മനുഷ്യന്മാർക്ക് വേണ്ടിയൊക്കെ സേവനം ചെയ്യുന്ന ആളുകളുണ്ടാവും. കൂലി ഉണ്ടാവില്ല, കാരണം അവർക്ക് ഈമാനില്ല, നിയ്യത്തില്ല, ഒന്നുമില്ല. ഇതേപോലെ സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാ, സ്വഹാബത്തെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നല്ലോ. പക്ഷേ എത്തായിതാ മന്നല്ലാഹു അലൈക്കും ബിൽ ഇസ്ലാമി, നിങ്ങൾക്ക് അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞപ്പോൾ, വബി നബീഹി, അവിടുത്തെ പ്രവാചകരെ കൊണ്ടും അനുഗ്രഹം ചൊരിഞ്ഞപ്പോൾ, ഇദാ അൻതും തുഹസ്സിനൂന അംവാലക്കും, അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുക്കളെ മുഴുവനും നിധിയാക്കി കോട്ട കെട്ടി സൂക്ഷിക്കുകയാണല്ലോ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു തോട്ടമുണ്ടാകുമ്പോഴേക്ക് മതില് കെട്ടിയില്ലേ? നിങ്ങൾക്കൊരു കൃഷിയിടമുണ്ടാകുമ്പോഴേക്ക് മതില് കെട്ടിയില്ലേ? നിങ്ങൾക്കൊരു വേര് കെട്ടിയില്ലേ?
മറ്റൊരാൾക്കും പ്രവേശനം അനുവദിക്കാത്ത വിധം നിങ്ങളതിനെ ബന്ദോസാക്കിയില്ലേ? എന്നാൽ കേട്ടോളൂ, ഫീമാ യഅ്കുലുബിനു ആദമ അജ്റുൻ, മനുഷ്യൻ തിന്നുന്നതിൽ കൂലിയുണ്ട് കേട്ടോ. വഫീമാ യഅ്കുലു സബ്ഉ, കാട്ടിലുള്ള വന്യമൃഗങ്ങൾ തിന്നുന്നതിൽ കൂലിയുണ്ട് കേട്ടോ. വത്തൈറു, പറവകൾ തിന്നുന്നതിൽ കൂലിയുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. നിങ്ങൾ എന്തേ വേലി കെട്ടി സൂക്ഷിക്കുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റാവി പറയുകയാണ്, ഫറജഅൽ ഖൗമു, ആളുകൾ സ്വാമത്ത് മടങ്ങിപ്പോയി. ഫമാ മിൻഹും ആദൻ ഇല്ലാ ഹദമ മിൻ ഹദീഖതി 30 ബാബാ, സ്വഹാബത്തിൽ നിന്ന് ഒരാളും തന്റെ തോട്ടത്തിന് 30 ഗേറ്റെങ്കിലും വെക്കാതെ ഇരുന്നില്ല. 30ഓളം ഗേറ്റുകൾ പൊളിച്ചു കളഞ്ഞു. 30ഓളം തന്റെ തോട്ടത്തിലുള്ള 30ഓളം ഗേറ്റുകൾ പൊളിച്ച് അതിലേക്ക് ആർക്കും കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഈ ഒറ്റ വയലങ്ങ് കേട്ടപ്പോഴേക്ക്, കൂട്ടരെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ തോട്ടങ്ങൾ ബന്ദോബസ്താക്കി വെക്കുന്നത്? അതിൽ ജന്തുക്കൾ കയറി തിന്നട്ടെ, മനുഷ്യന്മാർ തിന്നട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ, ഇനി ഇത് കേട്ടിട്ട് ആരെങ്കിലും പോയിട്ട് ഞങ്ങളുടെ തോട്ടങ്ങൾ മുഴുവനും വയ്യാതാറാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. നാം നമ്മുടെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള പിശുക്കുകളിൽ നിന്നും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും കുറച്ച് വഴിമാറി നിന്ന് അതിൽ നിന്ന് അത് കൃഷിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാം മതിലും വയലുമൊക്കെ കെട്ടുകയാണെങ്കിലും അതിൽ നിന്ന് നാം നമ്മുടെ എന്ന കാഴ്ചപ്പാടിന് അപ്പുറമുള്ള സ്വതക്കകളും ധർമ്മങ്ങളും കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെയുള്ള ഒരു മാനസിക വിശാലത നമുക്കുണ്ടാകണം. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം തന്നെ പറയാണ്, ഹാക്കിം റളിയല്ലാഹു അൻഹു പറയാണ്, വഫീഹി നഹിയുൽ വാളിഹു അൻ തസ്വീനിൽ ഹീതാനി വൻ നഖീരി വൽ കറമി വഗൈരിഹാ മിനൽ മുഹ്താജീന വൽ ജാഇഈന അൻ യഅ്കുലു മിൻഹാ. ഈ പറയപ്പെട്ട ഹദീസിൽ വ്യക്തമായ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തിനെ തൊട്ട്? അൻ തസ്വീനിൽ ഹീതാനി വൻ നഖീരി വൽ കറമി, മനുഷ്യൻ തങ്ങളുടെ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഈത്തപ്പനത്തോപ്പുകളുമെല്ലാം മതിൽ കെട്ടി ബന്ധാക്കുന്നത് മിനൽ മുഹ്താജീന വൽ ജാഇഈന, കൃഷിയിടങ്ങൾ ആവശ്യക്കാരായ പട്ടിണിക്കാരായ പാവങ്ങളായ ആളുകൾക്ക് കയറി അതിൽ നിന്നെന്തെങ്കിലും ഭുജിക്കാൻ അനുവദിക്കാതെ ബന്ദോബസ്താക്കുന്നതിനെ തൊട്ട് വ്യക്തമായ വിരോധന ഈ ഹദീസിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനവറുകൾ പറയുകയും ചെയ്തു എന്നാണ്. ഞാനിത് പറയുന്നത് എന്താണ്? അങ്ങീലെ കോഴി വന്ന് തിന്നുമ്പോഴേക്ക് എന്തിനാണ് നമ്മുടെ മനസ്സ് വെപ്രാളപ്പെടുന്നത്? ഇൻഷാ അല്ലാഹ് ശകലം ഇതിന്റെ ബാക്കിയാണിപ്പോൾ വെക്കുകയാണ്. അതിലേക്ക് കടന്നാൽ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളെല്ലാം ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ അവർ പ്രവർത്തിച്ചിരുന്ന ഉദാത്തമായ ചില കാര്യങ്ങൾ, അത് മുഖേന അവർക്ക് കിട്ടിയിരുന്ന അത്ഭുതകരമായ വിജയങ്ങളും വികാസങ്ങളും, അത് ആ പാരത്രിക വികാസങ്ങളും വിജയങ്ങളും മാത്രമല്ല, അത് ഞാൻ ഇവിടെ പറയാൻ അതല്ല, അത് നമ്മൾ ഇഷ്ടംപോലെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടി എന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അത് ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയാവൂല. നമുക്ക് നാളെയോ അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ചയോ സൗകര്യം പോലെ ലൈവ് ഇല്ലെങ്കിൽ നമുക്ക് പറയാം. അർഹമുർറാഹിമീനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നെറ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഇതൊക്കെ കേട്ട് എന്തെങ്കിലും പഠിക്കാൻ ശ്രമം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ബഹുമാനപ്പെട്ട നമ്മുടെ സാബിർ, അതുപോലെ ഷിയാബ്, അൻവർ ഉസ്താദ് തുടങ്ങിയിട്ട് പല ഉസ്താദുമാരുണ്ട്. അവർക്കെല്ലാം എളിയ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തേനു ഉസ്താദിന്റെ എളാപ്പാന്റെ മകൻ മരണപ്പെട്ടിട്ട് 4 ദിവസമായി. അർഹമുർറാഹിമീനായ റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. തേനു ഉസ്താദിന്റെ കൂടെ അവരെ നീ ബർസഖിൽ ഒരുമിച്ച് കൂട്ടി കൊടുക്കണേ റഹ്മാനെ. മൻസൂർ എന്ന് പറയുന്ന സഹോദരൻ നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആ സഹോദരനെ നീ സന്തോഷിപ്പിക്കുന്ന റാഹത്തായ, നിന്നെ മറക്കാത്ത ഐശ്വര്യത്തിന് കാരണമായ ജോലി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കള്, ഭാര്യ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ
ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരുടെ സഹോദര സഹോദരിമാർ, അവരുടെ ഭാര്യ ഭർത്താക്കൾ, മക്കൾ തുടങ്ങി ഞങ്ങളുടെ ഉറ്റവരുടെ ഭാര്യ ഭർത്തൃ കുടുംബങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സദസ്സുകളിൽ ക്ലാസ് റൂമുകളിൽ പങ്കെടുത്തവർ, നമുക്ക് സദസ്സുകളിൽ വേദികളിൽ ഒരുക്കി ചെയ്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, എല്ലാവർക്കും നീ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, കൊടിയ ദോഷങ്ങളും കുറ്റങ്ങളും ചെയ്തവരാണ്. ഞങ്ങൾക്ക് ദോഷങ്ങൾ പൊറുക്കണേ റഹ്മാനെ, കാരുണ്യം ചെയ്യണേ റഹ്മാനെ, തഖ്വ നൽകണേ റഹ്മാനെ, ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, സലീമായ ഹൃദയം നൽകണേ റഹ്മാനെ, നിന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. നിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്റെ ആളുകൾക്ക് എന്തെല്ലാം സൽഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ ഓശാരമായി പൂർത്തിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സംശുദ്ധരാക്കണേ റഹ്മാന്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്രകൾ നീ സന്തോഷകരമാക്കി തരണേ റഹ്മാന്. യാത്രാ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേ റഹ്മാന്. അതിന്റെ പേരിൽ ഞങ്ങൾ വിഷമം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് റഹ്മാന്. ഞങ്ങൾക്കും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവർക്കും വിശിഷ ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ശിഷ്യന്മാര്, ഞങ്ങൾക്ക് ആർക്കും അമരിന്നോ ഇൽമിന്നോ തടസ്സമാകുന്ന രോഗങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ നൽകരുത് റഹ്മാന്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ കരുണ ചൊരിയണേ റഹ്മാനെ. അവർക്ക് രക്ഷ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ദുരിതങ്ങളും വേദനകളും ബേജാറുകളും അവരുടെ വെപ്രാളങ്ങളും വാർദ്ധക്യ സഹിതമായ അസുഖങ്ങളും നീ സുഖമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം ത്യാഗവും അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ, അവർക്ക് നീ എല്ലാവിധ സൗകര്യവും ആഫിയത്തും നിന്റെ കാരുണ്യവും തഖ്വയും എല്ലാം നീ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. പാതിരാ സമയത്ത് ഉറക്കൊഴിഞ്ഞുകൊണ്ട് നിന്നിലേക്ക് ആരാധന ചെയ്യുന്ന മുഖ്ബിത്തീങ്ങൾ ഞങ്ങളെയും അവരെ നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കണ്ണിലുണ്ടികളായ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ, മുത്തഖീങ്ങളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. സർവമാന ആഫാത്ത് മസായിബ് ആലാമുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഗുരുനാഥന്മാരെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും ഉഖ്റവിയായ ആലിമീങ്ങളാക്കി തരണേ റഹ്മാനെ. ദുനിയാവിന്റെ ചണ്ടികളാക്കരുത് റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ, മഹത്താ നമ്മുടെ ഈ സ്ഥാപനം മസാരിഉ സുന്ന എന്ന് പറയുന്ന മോളൂരിൽ ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിച്ച എല്ലാ ആളുകൾക്കും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം വിഷയത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിലേക്ക് വിവിധ വിഷയങ്ങളും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അത്താണിയായി കണ്ട പലരുമുണ്ട്. റബ്ബേ, നീ നിന്റെ ഓശാരമായി നിന്റെ ഫളിൽ നിന്ന് ഞങ്ങളെ ഇറക്കുന്ന ഈ ഇറക്കൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവർക്കെല്ലാം നീ ശാന്തിയായി അവർക്കുള്ള പരിഹാര മാർഗമായി എന്താണോ അതിന് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി സഹോദരൻ റബ്ബേ, നീ ആ സഹോദരിക്കും അതുപോലെ ഒരുപാട് സഹോദരിമാര് മോമിനീങ്ങളിലുണ്ട്. അവർക്കെല്ലാം നീ പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഗർഭവും പ്രസവവും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. പലരും ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും ഞങ്ങൾ എന്ന് വേണ്ട ലോകത്ത് ഏത് ഭാഗത്തുള്ള മോമിനാത്തുകളാണോ ഭർത്താക്കളെ കിട്ടാതെ വിഷമം അനുഭവിക്കുന്നവർ, അവർക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കളെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. കുടുംബജീവിതം നയിക്കുന്നവർ തന്നെ മണിയറ പ്രശ്നങ്ങളെ കൊണ്ടൊരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ അനുഗ്രഹിച്ചവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും ഈ കൂട്ടുകമ്പനിയെ നീ സ്വർഗത്തിലേക്കുള്ള കമ്പനിയാക്കി തരണേ റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് കാരുണ്യം ചെരിഞ്ഞുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, കാരുണ്യം ഏറ്റവും ആവശ്യമാകുന്ന മരണഘട്ടം, ഖബർ, ബർസഖ്, തുലാസ്, ബീദാറാത്ത് എല്ലാ സ്ഥലത്തും നീ നിന്റെ കാരുണ്യം ഏറ്റവും ഞങ്ങൾക്ക് വർഷിച്ചു തരണേ റഹ്മാനെ. റബ്ബന, ഞങ്ങളുടെ സ്ഥാപനത്തിനെ ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് നീ ഉയർത്തി തരണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ, ഐശ്വര്യം നൽകണേ റഹ്മാനെ, ശാന്തി നൽകണേ റഹ്മാനെ, അഭിമാനം നൽകണം റഹ്മാനെ, വിജയം നൽകണേ റഹ്മാനെ. മോമിനീങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മോമിനീങ്ങൾക്കിടയിലുള്ള വാക്കുകൾ ഒരു കലിമത്താക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക റബ്ബനാ തഖബ്ബൽ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.